ശക്തമായ കാറ്റിലും മഴയിലും കൽപ്പകഞ്ചേരി വളവന്നൂരിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചു. വളവന്നൂർ പഞ്ചായത്തിലെ 20 വാർഡുകളിലാണ് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസം രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചത്. അതിശക്തമായ കാറ്റടിച്ച് മരങ്ങൾ കടപുഴകി വീണു. പടിക്കൽ അബൂബക്കറിന്റെ വീട്ടുമുറ്റത്തെ പുളിമരം കടപുഴകി റോഡിലേക്ക് വീഴുകയും വീടിന്റെ കാർപോർച്ച് തകരുകയും ചെയ്തു. മദ്രസ കഴിഞ്ഞു വരികയായിരുന്ന കുട്ടി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വളവന്നൂർ പഴയ ജുമാ മസ്ജിദിന് മുകളിലേക്ക് കൂറ്റൻ തേക്കുമരം കടപുഴകി വീണ് മസ്ജിദിന്റെ ഒരു ഭാഗം തകർന്നു. പ്രദേശത്തെ നിരവധി വീടുകളുടെ മേൽക്കൂരകൾ പാറിപ്പോവുകയും 20ഓളം ഇലക്ട്രിക് പോസ്റ്റുകളും തെങ്ങുകളും മരങ്ങളും വ്യാപകമായി മുറിഞ്ഞു വീഴുകയും ചെയ്തു. തിരൂരിൽ നിന്നും എത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം നടത്തി. കുറുക്കോളി മൊയ്തീൻ MLA, വളവന്നൂർ പഞ്ചായത്ത് അധ്യക്ഷൻ TK ഷംസുദ്ദീൻ, വില്ലേജ് കൃഷി ഓഫീസർമാർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ശക്തമായ കാറ്റ് വീശി ഒരു ചുഴലിക്കാറ്റ് പോലെ ഈ ഭാഗത്ത് കേന്ദ്രീകരിച്ച് അനവധി വൃക്ഷങ്ങൾ, ലക്ഷങ്ങളുടെ നഷ്ടം ഈ പ്രദേശത്തുണ്ടായിരിക്കുകയാണ്. വീടുകളുടെയും പള്ളിയുടെയും മേലേക്ക് വൻ മരങ്ങൾ കടപുഴകി വീണിരിക്കുകയാണ്. 1, 2, 10 ഒന്നുമല്ല, അനവധി വലിയ വൃക്ഷങ്ങൾ ഈ പ്രദേശത്താകെ മറിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നെഞ്ചിടിച്ചു പോകും. 2 കാര്യങ്ങൾ വേണ്ടതുണ്ട്. ജനങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിന് പരിഹാരം ഉണ്ടാക്കണം. അതിനേക്കാൾ ഏറെ ഇവർ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു കാറ്റ്, ഒരു ചുഴലിക്കാറ്റ് പ്രത്യക്ഷപ്പെടാനുള്ള കാരണം, അതിനെക്കുറിച്ച് കൂടി ശാസ്ത്രീയ പഠനം ഉണ്ടാകേണ്ടതുണ്ട്. നാശനഷ്ടമുണ്ടായവർക്ക് ധനസഹായം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. വാർഡ് മെമ്പർമാരായ കുന്നത്ത് ഷറഫുദ്ദീൻ, അബ്ദുൽ വഹാബ് ചോമയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ സ്റ്റേഷൻ ഓഫീസർ ഫാഹിദ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗിരീശൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വിപിൻ, രഘുരാജ്, പ്രബീഷ്, നകുൽ, ഹോം ഗാർഡുമാരായ മുരളീധരൻ, സുരേഷൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂർ. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.